ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇനി തൊട്ട് നമ്മുടെ വീഡിയോയിലൊരു പുതിയ ഗസ്റ്റ് കാണും കേട്ടോ, ഇടയ്ക്കിടയ്ക്ക്. ഹായ്, ഓർക്കം വരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേബിക്ക് അവൻ്റെ നൂലുകെട്ടിന് കിട്ടിയ ഗിഫ്റ്റ്സ് ഇതാ കുറേ ഗിഫ്റ്റ്സ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അധികം ഗിഫ്റ്റ് കിട്ടിയെങ്കിലും അവൻ്റെ അച്ഛൻ അവന് സ്പെഷ്യലായിട്ടൊരു ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു സ്ട്രോളറാണ്. ഇതാണ് കേട്ടോ. ഇത് നമുക്കിനി അവൻ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇതിൽ വെച്ചോണ്ട് പോവാം. പിന്നെ നമുക്ക് കാറിൽ ഇത് കാർ സീറ്റായിട്ടും നമുക്ക് വെക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ആദ്യത്തെ ഒരു ഗിഫ്റ്റ്. ഓഹ്, അത് കണ്ടപ്പോഴേ അവന് ഉറക്കം വരുന്നു. എടുത്തിരുത്തി നോക്കട്ടോ. ഹായ് ഹായ്, ഇതെവിടെയാ? ഇതെവിടെയാപ്പാ? ഇതെവിടെയാപ്പാ? അവനെ നമ്മളിതാ ഇതിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഇതാ ഇങ്ങനെ ഇതിൽ ലോക്ക് ചെയ്യാം. അപ്പോൾ അവിടെ പിന്നെ അനങ്ങത്തില്ല. ഇങ്ങനെ അങ്ങ് ഇരുത്താം. യെസ്, യു ആർ ട്രാപ്ഡ്. സോ ഇതാണ് കേട്ടോ വേറൊരു ഗിഫ്റ്റ്. ഇത് അപ്പുമാമൻ്റെ വകയുള്ള ഗിഫ്റ്റാണ്. ഇത് നമുക്ക് ഇവനെ കുളിപ്പിക്കാനൊക്കെ പറ്റുന്ന ഒരു കുഞ്ഞ് ബാത്ത് ടബാണ്. ഇത് സെപ്പറേറ്റ് ഞാൻ അല്ലാണ്ട് മേടിച്ചതാണ് കേട്ടോ. ഇതിലിങ്ങനെ നമുക്ക് അറ്റാച്ച് ചെയ്ത് ഇവനെ ഇതിൽ കിടത്തി നമുക്ക് കുളിപ്പിക്കാൻ പറ്റും. ഒരു ദിവസം ട്രൈ ചെയ്തു, പക്ഷേ ഇച്ചിരി കൂടെ ഒന്ന് വലുതായാലേ ഇതിൽ അവനെ സേഫാക്കി ഒന്ന് ഇരുത്താൻ പറ്റുള്ളൂ. സോ ഇതാണ് വേറൊരു ഗിഫ്റ്റ്. പിന്നെ കിട്ടിയത് ഇങ്ങനത്തെ ബേബി സെറ്റാണ് കേട്ടോ. ഇത് എൻ്റെ ഫ്രണ്ട് ചാള കൊണ്ടുവന്നതാണ്. ഇത് ഞങ്ങൾ ആദ്യം പൊട്ടിച്ച് നോക്കി, ജസ്റ്റ് അവളെ ഒന്ന് കളിയാക്കാൻ വേണ്ടി പൊട്ടിച്ചതാണ്. അപ്പോൾ ഇത് ചാള കൊണ്ടുവന്നതാണ്. ഇത് ആര് കൊണ്ടുവന്നെന്ന് എനിക്കറിയില്ല. ഇതൊരു കുഞ്ഞ് ബേബി സെറ്റാണ് കേട്ടോ. നമുക്ക് അടുത്തതെടുക്കാം. അടുത്തത് എന്താണ്? ഇതൊക്കെ ആരൊക്കെ കൊണ്ടുവരുന്നതെന്ന് ചിലത് മാത്രമേ ഓർമ്മയുള്ളൂ, ചിലതൊന്നും ഓർമ്മയില്ല. ഇത് ബലൂൺ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ്. ഇത് കുറേ വലുതാവുമ്പോൾ ഇടാം അല്ലേ? വലുതാ ഇതൊക്കെ. 6 മാസമൊക്കെ ഇങ്ങനത്തെ ഡ്രസ് ഏകദേശം ഇങ്ങനത്തതാ. ഇതൊക്കെ നമുക്ക് അതിൽ തന്നെ അങ്ങ് വെച്ചിരിക്കാം. കാരണം ഇപ്പോഴൊന്നും ഇതൊന്നും ഇടാൻ പറ്റില്ല, അവന് കറക്കാൻ പറ്റില്ലടാ. അയ്യോ, ഇതെവിടെയോ ലോക്കാണ്. ആര് വാങ്ങിച്ചതാടാ? ഇത് കിച്ചുവിൻ്റെ ഫ്രണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതൊക്കെ ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ യൂസ് ആയി തുടങ്ങും കേട്ടോ. ടോയ്സ് ഞാൻ മാറ്റി വെച്ചിരിക്കാം. കൊള്ളാം, സൂപ്പർ. കണ്ടോ, ന്യൂജൻ പിള്ളേര് വാങ്ങിച്ചത് കൊള്ളാം കേട്ടോ. നല്ല കളറും നല്ല മോഡലും അല്ലേ? അയ്യോ, എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് ഇത്തിരി കൂടെ ആകുമ്പോ ഇടാം അല്ലേ? ഇച്ചിരി കൂടെ ഒരു 4-5 മാസമൊക്കെ ആകുമ്പോ ഇടാൻ പറ്റൂലേ? ആണോ? എനിക്ക് തോന്നുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോ നമുക്കൊരു ഐഡിയ കിട്ടൂല ഇത് ഏത് പ്രായത്തിലിടാൻ പറ്റും എന്നുള്ളത്. ഇത് അഭിനവ് ജി. ആക്ച്വലി ഈ കിലുക്ക് ഇത് വേറെ ഏതിലോ കിടന്നതാണ്. പെട്ടെന്ന് കിലുങ്ങെന്നാണ് ഇവിടെ ആരോ പൊട്ടിച്ചപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് എടുത്താൽ. ഇത് വേറെ ആരോ മേടിച്ചാണ് കേട്ടോ. ഇതും കൊള്ളാം കേട്ടോ. ഇത് നമ്മൾ ബാധ്യത്തിൽ ഇവനെ കുളിപ്പിക്കാൻ നേരത്തൊക്കെ ഇടാം. പക്ഷെ ആൾ ഇതിലോട്ടൊന്നും ഇപ്പം റിയാക്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇതാരുടെ? അഭിനവ്. ഇത് ഇൻഷലും കൂടി ചേർത്തേ പറയുള്ളൂ. അഭിനവ് ജി. പണ്ട് ഐൽജന സ്കൂളിൽ അഖിലേബി എന്നാണ്. ഇവര് CS. കൊള്ളാം, കൊള്ളാം കേട്ടോ. എടാ, നിനക്ക് കുറെ നാളത്തേക്ക് തുണിയേ വാങ്ങിച്ചു തരൂല. ഓക്കെ, അടുത്തത് ഒരു ഹിമാലയയുടെ പ്രോഡക്റ്റാണ് കേട്ടോ. ഈ ഹിമാലയയുടെ കുറേ കിട്ടിയിട്ടുണ്ട്. ഇതിന് മുന്നേ ഹിമാലയയുടേത് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് അടുത്തൊരു ബിരിയാണി. ഇതാർക്കാ ഈ ചെരുപ്പ്? പോവാൻ, ടൂറ് പോവാൻ. കുഞ്ഞ് 2 ചെരുപ്പ്. നോക്കട്ടെടാ.
ടങ്. അയ്യോ ഒരു കുരങ്ങൻ നടക്ക്. ആ ചെരുപ്പും കൊള്ളാം കേട്ടോ. ഇതാരാണെങ്കിലും താങ്ക് യു, നല്ല രസമുണ്ട് കേട്ടോ. ഇത് എൻ്റെ സ്റ്റുഡൻറ്റ് മേടിച്ചുകൊണ്ടുവന്നു. കാരണം ഇതിനകത്തൊരു ഡയറി മിൽക്കിൻ്റെ മുട്ട ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ നേരത്തെ വിളിച്ചു പറഞ്ഞു ചേച്ചി അലിഞ്ഞു പോകുന്നു. ഇതും ഹിമാലയയുടെ ഒരിതാണ്. നമുക്ക് കുറേ അധികം ഹിമാലയാസ് ഉണ്ട്. പിന്നെ അടുത്തത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു സാധനമാണ് കേട്ടോ, മദേഴ്സ് സ്പ്ലാഷിൻ്റെ വാട്ടർ വൈപ്സ്. താങ്ക് യു ഗോപിക. ഈ സൈഡിൽ ഈ സൈഡിൽ അതോ ഇങ്ങനെയാണോ എനിക്കറിഞ്ഞൂടാ. അല്ല തിരിച്ച് അത് തിരിഞ്ഞ് ഫ്രണ്ടിൽ വരും. ഇപ്പൊ ഇടാൻ പക്ഷെ പറ്റുമോ? സൈസ് തന്നെ അല്ലേ? സൈസ് അല്ലേ അമ്മ? ഇത് ഇപ്പുറത്തെ കാലായിരിക്കും അല്ലേ? ആ അല്ല, രണ്ടും ഒരേപോലെ. ഇത് എൻ്റെ ഗസ് ശരിയാണെങ്കിൽ ഇത് ബിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലുള്ള ഈ ഒരു ഗിഫ്റ്റ് സെറ്റ് ഇട്ടു. ഇപ്പൊ സൈസ് തന്നെ കറക്റ്റ് തന്നെ. ഇനി പുറത്ത് പോകുമ്പോൾ ചെരുപ്പയുടെ. ഓക്കെ, ഇതാ ഈ ഒരു ഗിഫ്റ്റ് സെറ്റ്. പിന്നെ കാരണം ഇന്നലെ ബിട്ടുവിനെ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഡൈപ്പറും പാഡും മേടിച്ചിട്ടുണ്ടെന്ന്. ഇവൻ ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇങ്ങനത്തെ ക്ലോത്ത് ഡൈപ്പറും പാഡും. ഓക്കെ, ഇത് ബിട്ടുവിൻ്റെ വക. അടുത്തത് നോക്കാം. അടുത്തതും അത് പൊട്ടിക്കുന്നില്ല ഞാൻ. ഒരു ബേബി സെറ്റല്ല, ഒരു ക്ലോത്തിൻ്റെ ഫുൾ സെറ്റാണ്. എനിക്ക് മനസ്സിലായില്ല. സോക്സാ? ഇത് കൊള്ളാം കേട്ടോ, നല്ല സോഫ്റ്റ്. ഇതാരാണ് മേടിച്ചുകൊണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഇത് കൊള്ളാം, നല്ല രസമുണ്ട് കേട്ടോ. സോക്സ് ആണെന്ന് തോന്നുന്നു. ഇത് കാണുന്നവരുണ്ടെങ്കിൽ ഇതെന്താണെന്ന് അറിയാമെങ്കിൽ കമൻറ്റിലോ. പിന്നെന്തുണ്ട് ഇതിൽ സ്ലീവ്ലെസ് ടീഷർട്ട്, അതിൻ്റെ സെറ്റ്. അതും കൊള്ളാം. ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ഇടാമ. ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ഇതും കൊള്ളാം. അത് നല്ല അടുത്ത ബാലുവിൻ്റെ എൻഗേജ്മെന്റ് ഉണ്ട്, അതിന് പോകുമ്പോ ഇടാം അല്ലേ? നടക്കുമായിട്ട് നടന്നു പോവല്ലോ. ആര് നടക്കണ്ട, നമുക്ക് ഇടാം. അപ്പോഴത്തേക്ക് ഏകദേശം നിൽക്കാറൊക്കെ ആവുമായിരിക്കും. അടുത്ത ഡ്രസ്സാണ് ഗൈസ്. ഇത് സ്കൂളിൽ പോകുമ്പോ ഇടാം. ഇത് നമുക്ക് സ്കൂളിൽ പോകുമ്പോ ഇടാലോ. ഇതെന്താ പാൻറ്റാ? അല്ല, കോട്ടടാ. ഇത് മറ്റോ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് കോട്ടൊക്കെ വന്ന്. എവിടെ പോണു? മീറ്റിങ്ങിന് പോണോ? ഇതൊക്കെ 2 വയസ്സെങ്കിലും വേണം. അത് തന്നെ, ഇത് കുറേ നാളിന് ശേഷം ഇതൊക്കെ ഇടാൻ പറ്റും എനിക്ക്. പക്ഷെ ഇത് ഇതിനൂടെ ചിലപ്പോൾ ചെറുതാവുമോ? അത് കറക്റ്റായിരിക്കുമോ? നെക്സ്റ്റ് കവിത ഗോപൻ, കവിത മുമ്മ. കയ്യിലിടുന്ന മിറ്റൻസ്, ക്യാപ്പ്, റോംബേഴ്സ് ആണെന്ന് തോന്നുന്നു. റോംബസ്. അത് മാറ്റി വെക്കും, ഇപ്പം ഇടാം. നല്ല കളറല്ലേ? ഇതെന്തുവാ? ബേബി ആകുമ്പോൾ ഇടുന്ന ഒരു ക്ലോത്ത്, ഒരു ഹുഡി ടവൽ. ഇത് ഇത്ര ഇപ്പം ആവശ്യമുള്ള. ഇതെല്ലാം ഇപ്പം യൂസ് ആയിട്ടുള്ള സംഭവമാണ്. അടുത്തത് അഭിച്ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇത് അഭിച്ചേട്ടൻ, ഐൽജൻ്റെ ഫ്രണ്ട് അഭിച്ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്നതാണ്. ഇതെനിക്ക് തോന്നുന്നു മറ്റേ ഇങ്ങനെ വരുന്ന കുറേ സെറ്റാണ് കേട്ടോ.
കൊള്ളാം. ഇപ്പം ഇടാൻ പറ്റില്ല, തിരിക്കൂടാകുമ്പോൾ ഇടാം. പെൺകുട്ടി. അടുത്തതാ ഒരു ബേബി സെറ്റ് അല്ല, ഒരു ക്ലോത്ത് സെറ്റ്. ഇതാരോ ഇത് എൻ്റെ കൈ കൊണ്ടുവന്നതാണ് ആരോ, പക്ഷെ ആരാന്ന് ഞാൻ മറന്നുപോയി. സോ അടുത്തത് ഹായ്, ഇതും ഇപ്പം ഇടാൻ പറ്റണു. സന്ധ്യ അമ്മൂമ്മ. സന്ധ്യ അമ്മൂമ്മയോ? ഇത് ഇച്ചിരി കൂടെ വലുതാകുമ്പോഴിടും. ആ 2 നാരങ്ങ വെള്ളം. ഓക്കെ, അടുത്തതും ഇതാ അമ്മയ്ക്ക് കൺഫ്യൂഷൻ. ഇതിൽ രണ്ടിൽ ഏതാണ് സന്ധ്യ അമ്മൂമ്മ കൊണ്ടുവന്നത്? ഇതാണെന്നാണ് തോന്നുന്നത്. ആരായാലും കൊള്ളാം. ഇതും മറ്റേ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോവാം. അടുത്തത് റാമ്പ് ചെയ്ത ഗിഫ്റ്റാണ്. എൻ്റെ ഒരു ഊഹം അനുസരിച്ച് ഇത് ഹിമാലയ ആയിരിക്കണം. അല്ല, എൻ്റെ ഊഹം തെറ്റിപ്പോയി ചെറുതായിട്ട്. അമ്മ അത് ഉറങ്ങി വീഴണം. ഇത് ഇതാ, ഇത് ഇപ്പം ഇടാൻ പറ്റും കേട്ടോ. ഇപ്പം ഇടാൻ പറ്റുന്ന ടൈപ്പ് ഡ്രസ്. കൊള്ളാം. ഇത് അജുവിൻ്റെ ഫ്രണ്ട് പാർവതി കൊണ്ടുവന്ന ഗിഫ്റ്റാണ് കേട്ടോ. പാറു വീട്ടിൽ വന്നിട്ടാണ് കൊണ്ടുവന്നത്. ബേബി ഹഗിൻ്റെ ചെറിയൊരു സെറ്റ്, ഫേസ് ടവൽ. ഇത് ആവശ്യമുള്ള സംഭവമാണ് ഫേസ് ടവൽ. മിൽക്ക് വൈപ്സ്, വാട്ടർ വൈപ്സ് അല്ല, മിൽക്ക് വൈപ്സ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത്ര. അടുത്തതൊരു പൊതിയാണ് ഗൈസ്. കുലുങ്ങുന്നു വിട്ടുണ്ട്. ഓണക്കോടി കിട്ടിയേ. അയ്യോടാ, അത് കൊള്ളാല്ലേ. ഇത് ആരടാ കൊണ്ടുവന്നത്? അയ്യോ, നല്ല രസമുണ്ട്. ഇതാരാണെങ്കിലും നിന്നെ വിളിച്ച് പറയാൻ പറ. ഇതാരാണെങ്കിലും എൻ്റെ അടുത്ത് ഒന്നും പറയണം കേട്ടോ. നിങ്ങൾ ഇതാരാണ് ഇത് കൊണ്ടുവന്നത്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവന് ഓണത്തിനിടാൻ കേട്ടോ. അച്ചോടാ, താങ്ക് യു. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ഭയങ്കര ദീർഘവീക്ഷണമുള്ള ആരോണ് കൊണ്ടുവന്നത്. മിൽക്ക് വൈപ്സ് എന്താന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇത് മിൽക്ക് വൈപ്സ് ആണ് കേട്ടോ. മറ്റേ വാട്ടർ വൈപ്സ് അല്ലേ? വാട്ടർ വൈപ്സ് എന്ന് പറയുമ്പോൾ മിൽക്ക് വൈപ്സ് അതിന്റെ എസൻസ് എല്ലാം കാണും. ഓക്കെ, അറിയില്ല, നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. എന്തായാലും ഇത് കൊള്ളാം, ഇത് മാറ്റി വെക്കട്ടെ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പേടാ അല്ലേ? ഇപ്പൊ ഈ ഓണത്തിന് കറക്റ്റ് ആണ് കേട്ടോ. ഓണക്കൂടി വാങ്ങിയണ്ടേ ഇനി. ഇവർക്കെല്ലാം പേരും കൊള്ളാം കേട്ടോ. അല്ല, പേരെഴുതിക്കൂടെ അല്ലേ? ആര് കൊണ്ടുവന്നറിയാം. ഞാൻ എവിടെ കൊടുത്താലും എഴുതും. ഒന്നാനാം കൊച്ചുതുമ്പി. ആരാണ് കൊണ്ടുവന്നതെന്ന് അറിഞ്ഞൂടാ, അതാണ് പറഞ്ഞത്. ഇങ്ങനെ ആരാണ് കൊണ്ടുവന്നതെന്ന് അറിഞ്ഞ നിർബന്ധം. ഒന്നാനാം കൊച്ചുതുമ്പിയുണ്ട്. ഇത് മിക്കവാറും എവിടെയായിരിക്കും കളിച്ചോണ്ടിരിക്കുന്നത്. So next, again dress. ഈ ഒരു ഷെയ്ഡ് കുറെ കിട്ടിയല്ലേ, നീല. ബോയ് അതുകൊണ്ടാവും നീല കുറെ. ഇത് 2 എണ്ണം ഉണ്ട്. ഓ, അങ്ങനെ രണ്ട് ഷോർട്സ് ഉണ്ട്. ഇത് 2 ഡ്രസ്സാണോ? യെസ്, ഇത് 2 ഡ്രസ്സാണ്. ഓക്കെ, അപ്പം ഇത് ഇങ്ങനെ, ഇതിങ്ങനെ. വർക്കൗട്ടിന് പോകുമ്പോൾ ഇതിടാം, പുറത്ത് പോകുമ്പോൾ ഇതിടാം. നിങ്ങൾ രണ്ടുപേരും വർക്കൗട്ടിന് പോകുന്ന ആൾക്കാരായ. ഇതാ ഇത്
വീട്ടിലിടാൻ പറ്റുന്ന കെട്ടുടുപ്പ്. സോ മെനി. യെസ്. അത് കഴിഞ്ഞിട്ട് വേറെന്തോ ഡ്രസ്സുണ്ട്. ഇത് നിനക്ക് കറക്റ്റായി. ഇത് വള്ളി നിക്കർ. ഇത് ഒരു വയസ്സ് ഒരു വയസ്സൊക്കെ ആകുമ്പോൾ ഇടാം. അവിടെ ഗുണ്ടപ്പയാണ്. സോ നെക്സ്റ്റ് ഇത് അപ്പുറത്തെ വത്സല മാമി, മീര ചേച്ചിയുടെ അമ്മ. ഓ ഡി ഗൈസ് ഒടുവിൽ ഈ സെക്ഷൻ കഴിഞ്ഞ് അല്ല ഈ സെക്ഷനും കഴിഞ്ഞു. ഞാൻ ഇൻ ബിറ്റ്വീൻ മാറി മാറി ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ. അതൊരു റോംബറാണ് ഗൈസ്. എല്ലാം ഇത് തന്നെ മാച്ച് ആവുന്നു. എന്തോന്ന് ഈ കളർ അല്ലേ? ഇതാരാണ്? ഇതെന്താണ്? ടൈ. സ്കൂളിൽ അപ്പോൾ ഡ്രസ്സൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് സ്പെഷ്യൽ സാധനങ്ങളുണ്ട്. അയ്യോ, ഇത് പൊട്ടിക്കുമ്പോൾ ഇതെങ്ങനെയാണ്, ഏത് സൈസാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് ക്രിസ്മസിന് എടുക്കാം കേട്ടോ. ഇത് സുരാജേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. ഇവൻ്റെ നൂലുകെട്ട് പ്രമാണിച്ച് ഒരു റെഡ് ആൻഡ് വൈറ്റ് തീമിലുള്ള കുറേ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 16 പീസ് വരുന്ന സാധനങ്ങളാണ് കേട്ടോ. ബേബി എസെൻഷ്യൽ എന്തൊക്കെയാണെന്ന് അറിഞ്ഞൂടാ. പൊട്ടിച്ചിട്ടില്ല, കുറേ ഉണ്ട് എന്തായാലും. പിന്നെ പൊട്ടിക്കാം. ഇത് ശ്രീജിത്തിൻ്റെ അനിയത്തി ശ്രീജ ചേച്ചി തന്നതാണ് കേട്ടോ. ഫീഡിങ് പില്ലോ നമുക്ക് എൻ്റെ ഇപ്പം ഇരിക്കുന്ന ഫീഡിങ് പില്ലോ ഒത്തിരി വലുതാണ്. അപ്പം ഇത് ഫീഡിങ് പില്ലോ ആയിട്ടും ഇവന് ടമ്മി ടൈമിൽ ഇവനെ കിടത്താനായിട്ടും ബേർപ്പ് ചെയ്യാൻ ടമ്മി ടൈമിൽ കിടപ്പിക്കാനായിട്ടും ചെറുതായിട്ട് ഇരുന്ന് തുടങ്ങുമ്പോൾ ഒന്ന് ചാരി ഇരുത്താനായിട്ടും ഇങ്ങനെ ഒന്ന് തല പൊക്കിയിട്ട് പാൽ കൊടുത്തിട്ട് കിടത്താനായിട്ടും അങ്ങനെ എല്ലാം ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. താങ്ക് യു ചേച്ചി. ഇത് പൊട്ടിക്കണം. ഇതൊരു നെസ്റ്റ് ബെഡാണ് കേട്ടോ. ഇത് അച്ഛൻ്റെ ബോസ് കൊണ്ടുവന്നതാണ്. നല്ല കളർ നമുക്കുണ്ട്, പക്ഷെ അത് വൈറ്റാണ്. ഇത് ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന അതിൻ്റെ വേറൊരു കളർ. ആക്ച്വലി ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ നമ്മൾ കുട്ടികളുടെ ഡെവലപ്മെൻറ്റ് ഇങ്ങനെ നോക്കുമല്ലോ, എന്തൊക്കെ ടോയ്സാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള. അപ്പോൾ അത് നോക്കിയപ്പോൾ അവരുടെ ആദ്യത്തെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടോയാണ് കേട്ടോ ഈ ഒരു പിയാനോ ജിം. ഈ ഒരു സംഭവം കാരണം അവർ കളർ ഐഡൻറ്റിഫൈ ചെയ്യാനും സൗണ്ട് കേൾക്കാനും ഒക്കെ തുടങ്ങുമ്പോൾ 2 മന്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നോട്ട് നമുക്ക് പതുക്കെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ടോയാണ് ഇത്. കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്തിട്ട് വേറൊരു വീഡിയോയിൽ എപ്പോഴേലും കാണിച്ചു തരാം കേട്ടോ. സോ ഇത് ഷെറോൺ ചേട്ടൻ കൊണ്ടുവന്നതാണ് കേട്ടോ. ഈ സാധനം സെറ്റ് ചെയ്തിട്ട് പിന്നെ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയും ഗിഫ്റ്റാണ് കേട്ടോ അവന് നൂലുകെട്ടിന് കിട്ടിയത്. അപ്പം നമ്മളൊരു ഫംഗ്ഷനെ വിളിക്കുന്നത് നമുക്ക് ഗിഫ്റ്റ് കിട്ടും എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. എന്നാലും പൈസ മുടക്കി സമയമൊക്കെ മുടക്കി ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. കാരണം ഇതെല്ലാം അവന് ചിലത് ഇപ്പം യൂസ് ചെയ്യാൻ പറ്റും, ചിലത് കുറച്ചും കൂടെ കഴിഞ്ഞ് യൂസ് ചെയ്യാൻ പറ്റും. എന്തായാലും എല്ലാം യൂസ്ഫുള്ളായിട്ടുള്ള സംഭവമാണ്. സോ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ അമ്മാമ്മയും മോനും ഉറങ്ങി. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, ബൈ.